വെൽക്കം ടു ഐഫ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നമ്മളിന്ന് മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ നെക്സ്റ്റ് ടു ടേം ഓഫ് ദ പ്രോഗ്രഷൻ ഈസ് 60, 30, 20, 15 ആർ. ഓക്കെ, നമുക്കൊരു സമാന്തര ശ്രേണി ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ഇതിലുള്ള നെക്സ്റ്റ് ടു ടേംസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ടേം 60 ആണ്, സെക്കൻഡ് ടേം 30 ആണ്, തേർഡ് ടേം 20 ആണ്, ഫോർത്ത് ടേം 15 ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്ത് റിലേഷന്റെ ബേസിലാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടേം 60 ആണ്. 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 60 ഡിവൈഡഡ് ബൈ 1 ആണ് അല്ലേ? ഓക്കെ, ദെൻ 30 എന്ന് പറഞ്ഞാൽ എന്താ? 60 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ 3 ആണ്. ഓക്കെ, 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 60 ഡിവൈഡഡ് ബൈ 4 ആണ്. ഒബ്വിയസ്ലി നെക്സ്റ്റ് ടൈം എന്തായിരിക്കണം? 60 ഡിവൈഡഡ് ബൈ 5 ആവണം. അടുത്ത ടൈം എന്താവേണ്ടി വരും? നെക്സ്റ്റ് ടൈം 60 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 50 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 12 ആണ്. 60 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 10 ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടു ടേംസ് എന്തായിരിക്കും? 12, 10 ഇവയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ ഡി. ഓക്കെ, in an examination it is required to get 36% of mark to pass, maximum mark to pass. A student got 90 mark and was declared failed by 9 mark. Calculate maximum mark. ഓക്കെ, ഇതിൽ 36% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സാമിൽ പാസ്സാവും. ഓക്കെ, പക്ഷെ ഒരു കുട്ടിക്ക് 90 മാർക്ക് കിട്ടി, എന്നിട്ട് 9 മാർക്കിന് അയാൾ പാസ്സായി അയാൾ ഫെയിലായി എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? 90 മാർക്ക് കിട്ടി, 90 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 36% ആയിട്ടില്ല. പക്ഷെ 90 മാർക്കിന്റെ കൂടെ ഒരു 9 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ അയാൾ പാസ്സാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിലേക്ക് ഒരു 9 മാർക്ക് കൂടി കൂട്ടിക്കഴിഞ്ഞത് എന്തായിരിക്കും? 36% ഓഫ് മാക്സിമം മാർക്ക്. ഓക്കെ, മാക്സിമം മാർക്ക്. അപ്പൊ 90 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 99 ആണ്. എന്ത്? 36% ഓഫ് മാക്സിമം മാർക്കിനെ ഞാനൊരു എക്സ് എന്ന് വിളിച്ചു. 36% ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ എക്സിന് 36% എങ്ങനെ കാണുക? അതായത് എക്സ് ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 100 ആണെന്ത്? 99. ഓക്കെ, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 99 ഇൻറ്റു 100 divided by 36. Okay, it's equal to 275. ഓക്കെ, അപ്പം മാക്സിമം ടോട്ടൽ മാർക്ക് എക്സാം എന്ന് പറഞ്ഞാൽ 275 എക്സാം. ഇതിന്റെ 36% കിട്ടിക്കഴിഞ്ഞാലേ അയാൾ പാസ്സാവുള്ളൂ. ഓക്കെ, സോ ദ മാക്സിമം മാർക്ക് ഈസ് 275. The simple interest on a certain sum of money for 2 years at the rate of 6% per annum come to 300. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കിൽ കുറച്ച് ക്യാഷ് 2 ഇയേഴ്സിന് 6% എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് 300 ആണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് ദ സെയിം റേറ്റ് അറ്റ് ദ സെയിം ടൈം ഓൺ സെയിം മണി വാട്ട് വുഡ് ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇത്രയും ക്യാഷ് 6%-ൽ 2 ഇയേഴ്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ 300 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കാണാനുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിൽ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല I is equal to PNR ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട്, N is equal to number of years, R is equal to interest rate, I is equal to interest. ഓക്കെ, I is equal to 300 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പി നമുക്ക് അറിയില്ല, എത്ര മണിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് നമുക്കറിയില്ല. ഓക്കെ, എൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 2 ഇയേഴ്സ് ആണ്, ആൻഡ് ആർ എന്ന് പറഞ്ഞിട്ടുള്ളത് 6% ആണ്. 6%നെ നമ്മൾ 6/100 നേടും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് പി സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, പി മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ സമത്തിന്റെ പുറത്ത് കൊണ്ടുപോവുക. ഓക്കെ, ഇവിടെ 300 ഈ ഡിവൈഡഡ് ബൈ 100 സമത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു 100 ആവും. ദെൻ ഇൻറ്റു 2 ഇൻറ്റു 6 ഈ ഒരു ടൈം സമത്തിന്റെ പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആൻഡ് ഡിവൈഡഡ് ബൈ 6 ആവും. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുക.
630 5 times 50, 50ന്റെ പകുതി 25. ഓക്കെ, 25 × 100 P is equal to 2500. ഓക്കെ, അപ്പോൾ 2500 എന്നുള്ള ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലും സിമ്പിൾ ഇൻട്രസ്റ്റിലും ബോത്ത് കേസിലും ഇൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R by 100 റൈസ് ടു n. ഓക്കെ, ദെൻ P is equal to 2500 1 പ്ലസ് റേറ്റ് 6 by 100 സ്ക്വയർ. ഓക്കെ, ദെൻ 2500 1 പ്ലസ് 0.06 സ്ക്വയർ, ദറ്റ് ഈസ് 2500 ഇൻറ്റു 1.06 സ്ക്വയർ. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു 2809. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ ബാങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് 2809 രൂപ കിട്ടും. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മണി നമുക്ക് ചോദിച്ചിട്ടുള്ളത് സെയിം സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഓക്കെ, ഫൈനൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഫൈനൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2809 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 2500 ആണ്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 309. ഇത്രയും രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് കിട്ടുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുക? 300 rupees ആണ്. ഓക്കെ, സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ our option is option D. Next question, if 5472 greater than 9 and 63 6342 greater than 6, 7584 greater than 6 and 9237 greater than P ആണെന്നുണ്ടെങ്കിൽ ഈ P എന്താണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിലാണ് ഈ ഒരു റിലേഷൻ അവർ എഴുതിയിട്ടുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, ഇതിലുള്ള ഈ ഡിജിറ്റ് ഒക്കെ ഒന്ന് സം ചെയ്ത് നോക്കുക. 5 + 4 9 + 7 + 2. ഓക്കെ, 5 + 4 9, 9 + 7 16, 16 + 2 18. ദെൻ അഗെയിൻ സം ചെയ്യുക. 1 + 8 എന്താ വരിക? 1 + 8 9 കിട്ടും. ഓക്കെ, ആ ഒരു 9 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ളത് അതുപോലെ ആണോ നോക്കാം നമുക്ക്. 6 + 3 9, 9 + 4 9 + 4 13, 13 + 2 15. ഓക്കെ, 15 അഗെയിൻ നമ്മൾ സം ചെയ്യുക. സിംഗിൾ ഡിജിറ്റ് വാല്യൂ വരുന്നവരെ നമ്മൾ ഡിജിറ്റുകൾ സം ചെയ്യുക. 1 + 5 എന്താണ്? 6 ആണ്. ഓക്കെ, ആ 6 ആണോ ഇത്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈം 7584 ആണ്. 7 പ്ലസ് ഡിജിറ്റുകൾ നമ്മൾ സം ചെയ്ത് നോക്കുക. 7 + 5 12 ആണ്. 12 + 8 20 ആണ്. 20 + 4 24 ആണ്. ഓക്കെ, 24നെ 2 + 4 ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ 6 ആണ്. ഓക്കെ, ദെൻ ഈ ഒരു റിലേഷനിൽ തന്നെ ആയിരിക്കും ലാസ്റ്റുള്ള ടൈം എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, 9 + 2 എന്താണ് വരിക? 9 + 2 11, 11 + 3 11 + 3 14, 14 + 7 14 + 7 21 ആണ്. ഓക്കെ, ദെൻ 2 + 1 = എന്താണ് വരിക? 3 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ഈ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരണം? 3. നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, what will come in place of the question mark in the following series? U, O, I, question mark A. Okay, these are the vowels, so obviously the question mark will be option D, E ആയിരിക്കും. A, E, I, O, U ഇവയാണല്ലോ vowels. അപ്പോൾ ഓപ്ഷൻ ഒബ്വിയസ്ലി എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, then given below are two statements. If you know the length of two sides of a right angled triangle, then the length of the third side cannot be found. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റൂല. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ദെൻ സ്റ്റേറ്റ്മെന്റ് 2, ദ ഇന്റേണൽ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ആഡ് അപ് ടു 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിൽ ഇന്റേണൽ ആഡുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. Okay, in the light of title above statement, choose the correct answer from the option given below. Okay, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണോ നോക്കാം.
എന്നിട്ട് നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് ട്രയാങ്കിളിന്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് കാണാൻ പറ്റില്ല എന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ബേസും ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം കാണാനുള്ള ഫോർമുല നമുക്ക് പൈതഗോറസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. നമുക്കറിയാം പൈതഗോറസ് തിയറം നമുക്കറിയാം, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറി പ്രകാരം നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡ് തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? റോങ് ആണ്. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെന്റ് 2, ദ ഇന്റേണൽ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ആഡ് അപ് ടു 180 ഡിഗ്രി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ട്രയാങ്കിളിന്റെ ഇന്റേണൽ ആയിട്ടുള്ള 3 ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? എന്റെ ആൻസർ എന്താണ്? 180 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് അല്ല, തെറ്റാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് മാച്ച് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. Then if the day before yesterday was Friday, what will be the third day after the day after tomorrow? ഓക്കെ, ഇതാണ് ചോദ്യം. അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ തേർഡ് ഡേ, മൂന്നാമത്തെ ദിവസം, ആഫ്റ്റർ ദ ഡേ ആഫ്റ്റർ ടുമോറോ. ഓക്കെ, മറ്റന്നാൾ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ദിവസം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന്, യെസ്റ്റർഡേ. ഓക്കെ, ഇത് ഡേ ബിഫോർ യെസ്റ്റർഡേ. ഓക്കെ, ഇത് ടുമോറോ ആൻഡ് ഇത് ഡേ ആഫ്റ്റർ ടുമോറോ. ഓക്കെ, പിന്നെ തേർഡ് ഡേ എന്നാ പറഞ്ഞത്. അതായത് ഇത് ഫസ്റ്റ് ഡേ, ഇത് സെക്കൻഡ് ഡേ, തേർഡ് ഡേ. ഓക്കെ, ഇതിലാകുമ്പോൾ തന്നിട്ടുണ്ട് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ വാസ് ഫ്രൈഡേ. ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രൈഡേ ആണ്. ഓക്കെ, ഇത് ഫ്രൈഡേ ആണെന്നുണ്ടെങ്കിൽ ഇത് സാറ്റർഡേ, ഇത് സൺഡേ, ഇത് മൺഡേ, ഇത് ട്യൂസ്ഡേ, ഇത് വെനസ്ഡേ, ഇത് തേഴ്സ്ഡേ. അഗെയിൻ ഈ തേർഡ് ഡേ എന്തായിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജീവ്, സഞ്ജീവ് ആൻഡ് വിജയ് ജോയിനിങ് എ റേസ്. ദ ഡിസ്റ്റൻസ് ഈസ് 1500 മീറ്റർ. ഓക്കെ, ഒരു 1500 മീറ്റർ ഉള്ള ഒരു ഓട്ട മത്സരത്തിൽ രാജീവും സഞ്ജീവും വിജയും ഓടുകയാണ്. ഓക്കെ, രാജീവ് ബീറ്റ് സഞ്ജീവ് ബൈ 30 മീറ്റർ. രാജീവ് സഞ്ജീവിനെ 30 മീറ്റർ ബാക്കിൽ തോൽപ്പിച്ചു. ആൻഡ് വിജയ് ബൈ 100 മീറ്റർ. അപ്പൊ വിജയനെ തോൽപ്പിച്ചിട്ടുള്ളത് 100 മീറ്റർ ആണ്, സഞ്ജീവിനെ തോൽപ്പിച്ചിട്ടുള്ളത് 30 മീറ്റർ ആണ്. ബൈ ഹൗ മച്ച് കുഡ് സഞ്ജീവ് ബീറ്റ് വിജയ് ഓവർ ദ ഫുൾ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ രാജീവ് വിജയിച്ചു കഴിഞ്ഞിട്ടും ഇവർ ഓടിയിൽ സഞ്ജീവ് സെക്കൻഡ് പ്രൈസ് അടിച്ചപ്പോൾ വിജയിനെ എത്ര ബാക്കിലായിട്ടാണ് സെക്കൻഡ് പ്രൈസ് അടിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഇതിനൊരു പിക്ചറിലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ട്രാക്ക്. ഓക്കെ, 100 മീറ്റർ ട്രാക്ക്. ഇത് രാജീവാണ്, ഇത് സഞ്ജീവാണ്, ഇത് വിജയാണ്. ഓക്കെ, ഫസ്റ്റ് രാജീവ് 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് സഞ്ജീവ് 30 മീറ്റർ ബാക്കിലാണ്. ഇവിടാണ് സഞ്ജീവ് ഉള്ളത്. ഓക്കെ, അപ്പൊ വിജയ് ഉള്ളത് എത്രയാണ്? 100 മീറ്റർ ബാക്കിലാണുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? സഞ്ജീവ് വിജയിക്കുന്ന സമയത്ത് വിജയ് എത്ര ഡിസ്റ്റൻസ് ബാക്കിലായിരിക്കും ഉണ്ടാവുക? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇവരൊക്കെ പല സ്പീഡുകളിൽ ഓടുന്നതുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ നടക്കുന്നത്. പക്ഷെ ഇവരെടുക്കുന്ന സമയം എന്തായിരിക്കും? എല്ലാവരും എടുക്കുന്ന സമയം ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് പറയാം, രാജീവ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 1500 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സഞ്ജീവ് കംപ്ലീറ്റ് ചെയ്യുന്നത് 1470 മീറ്റർ ആയിരിക്കും. കാരണം അയാൾ 30 മീറ്റർ ബാക്കിലാണ് രാജീവിന്റെ. ഓക്കെ, ആൻഡ് ഈ ഒരു സമയത്ത് വിജയ് ഓടി തീർക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1400 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ 1470 മീറ്റർ ഓടി തീർക്കാൻ സഞ്ജീവ് എടുത്തിട്ടുള്ള സമയവും 1400 മീറ്റർ ഓടി തീർക്കാൻ വിജയ് എടുത്തിട്ടുള്ള സമയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. 1470 മീറ്റർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഇത് ഓടി തീർത്തത് സഞ്ജീവ് ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് സഞ്ജീവ് ഇൻറ്റു ടൈം. ഓക്കെ, ടൈം ഞാൻ T1 എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ ഈ 1400 എന്ന് പറഞ്ഞ സ്പീഡ് ഓഫ് വിജയ് ആണ്. ഓക്കെ, അവിടെയും ടൈം എന്ത് തന്നെയാണ്? T1 തന്നെയാണ്. കാരണം എന്താ, 1500 മീറ്റർ രാജീവ് ഓടാനെടുത്ത സമയവും ടൈമും എന്ത് തന്നെയാണ്? T1 തന്നെയാണ്. ഓക്കെ, 1500 മീറ്ററിൽ രാജീവ് ഫിനിഷ് ചെയ്ത സമയത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ദൂരങ്ങളാണ് 1470ഉം 1400. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ റേഷ്യോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ ഇത് സെക്കൻഡ് ഇക്വേഷൻ 1/2 ചെയ്ത് കഴിഞ്ഞാൽ 1470 ഡിവൈഡഡ് ബൈ 1400 is equal to S2 by SS by SV, that is speed of Sanjeev by speed of Vijay. പിന്നെ ഇവിടെ ഒരു T1 ഉണ്ട്. ഓക്കെ, ഈ T1 ക്യാൻസൽ ആയി. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടി? ഒരു റിലേഷൻ കിട്ടി. SS ഡിവൈഡഡ് ബൈ SV is equal to 1470 ഡിവൈഡഡ് ബൈ 1400. ഓക്കെ, ഫസ്റ്റ് റിലേഷൻ കിട്ടി. ദെൻ സെക്കൻഡ്, ഇത് നമ്മൾ രാജീവ് കംപ്ലീറ്റ് ചെയ്ത സമയമാണ്. ഓക്കെ, രാജീവ് കംപ്ലീറ്റ് ചെയ്ത സമയമാണ്. ദെൻ സഞ്ജീവ് കംപ്ലീറ്റ് ചെയ്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ സഞ്ജീവ് 1500 മീറ്റർ ഓടിയിട്ടുണ്ടാവും. ഓക്കെ, 1500 മീറ്റർ സഞ്ജീവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ SS ആണ് ഇൻറ്റു ടൈം. അപ്പം എന്താ ടൈം മാറും, T2 ആവും. ഓക്കെ, ആ നേരം വിജയ് എത്ര സഞ്ചരിച്ചു? അതാണ് നമുക്ക് കാണേണ്ടത്. വിജയ് എത്ര സഞ്ചരിച്ചാൽ നമുക്ക് അറിയില്ല, നമ്മൾ അതിനെ X എന്ന് വിളിച്ചു. ഓക്കെ, പക്ഷേ SV തന്നെയാണ്, ടൈം എന്ത് തന്നെയാണ്? T2 തന്നെയാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിലേഷൻ കിട്ടും. എന്ത് കിട്ടും? 1500 ബൈ X is equal to SS by SV. ഓക്കെ, ഈ SS by SVക്ക് നമ്മൾ ഓൾറെഡി ഒരു വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. എത്ര? 1470 ഡിവൈഡഡ് ബൈ 1400. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് റിലേഷൻ ഒരുമിച്ച് ചെയ്താൽ 1500 ബൈ X is equal to 1470 ഡിവൈഡഡ് ബൈ 1400. ഓക്കെ, ഇത് നമുക്ക് X is equal to എന്ത് കിട്ടും? 1500 ഇൻറ്റു 1400 ഡിവൈഡഡ് ബൈ 1470. ഓക്കെ, X is equal to നമുക്ക് എന്ത് കിട്ടും? 71.4 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത് ടൈം ഈക്വൽ ആക്കി എടുത്തിട്ട് വെലോസിറ്റിന്റെ റേഷ്യോ കണ്ടു, അത് എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.